ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു ഒരു എളിയ സാക്ഷിയായി നിൽക്കുവാൻ പ്രേക്ഷകരുടെ മുമ്പാകെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പകൽക്കാലം ദൈവം അതിനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി തീർന്നത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലവും ഞാൻ ജനിച്ച നാൾ തൊട്ടേ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. വീട്ടിൽ സന്തോഷമോ സമാധാനമൊന്നും അനുഭവിക്കാത്ത നാളുകളായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. എൻ്റെ മാതാവ് കൂലിപ്പണി ചെയ്താണ്. എനിക്കൊരു സഹോദരിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും പോറ്റിയിരുന്നതൊക്കെ. എൻ്റെ പിതാവ് മദ്യപിച്ചില്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, അല്ല എങ്കിൽ മദ്യപിക്കുന്ന സമയങ്ങളിലൊക്കെയും ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും വീട്ടിലൊരു സമാധാനവും തരാതെ ഉറക്കമില്ലാത്ത രാത്രികൾ എത്രയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഉറങ്ങുകയില്ല. ഞങ്ങൾ വല്ല മറ്റുള്ള വീടുകളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ചെന്നിരുന്ന് പ്രഭാതം വരെ അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുന്ന അനുഭവങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം. പഠനമൊക്കെയും അധികമൊന്നും പൂർത്തീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സമാധാനമില്ലാത്ത നാളുകളൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ജനിച്ച നാൾ മുതൽ CSI സഭയിലാണ് ഓർമ്മ വെച്ച നാൾ മുതൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയാലും പ്രാർത്ഥിക്കും, ഒരു ചടങ്ങ് എന്ന പോലെയൊക്കെ പോകും. അല്ലാതെ യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം എന്തെന്നറിയാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ വെറുതെ പോകുന്നു വരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ CSI പള്ളിയിലൊക്കെ പോകുമെങ്കിൽ ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ എന്നോട് പറയുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ അങ്ങനത്തെ വലിയ കൂട്ടായ്മകളൊന്നും അങ്ങനെ ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുകയില്ലായിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഞങ്ങളെ ചർച്ചിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ അവർ ദൈവസ്നേഹം അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ദൈവത്തെ സ്നേഹിക്കാനോ വീട്ടിലല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വീട്ടിൽ വരുമ്പോൾ സമാധാനമില്ലാത്ത അനുഭവങ്ങൾ അങ്ങനെയൊക്കെയൊന്നും യേശുവിനെ സ്നേഹിക്കാനോ ഒന്നും കഴിയാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവിടെയൊക്കെ കടന്നു പോകും. എന്നാലും ലോകത്തെയും യേശുവിനെയൊക്കെ ഒരുപോലെ സ്നേഹിച്ചതായിരുന്നു എൻ്റെ യൗവനകാലമൊക്കെ ആയിരുന്നത്. അങ്ങനെ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ദൈവത്തെ അറിയുവാനൊക്കെ ഇടയായിത്തീർന്നത്. എനിക്ക് അതിനു മുമ്പായിട്ട് എനിക്ക് പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളും അങ്ങനെയുള്ള മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഒരുപാട്. ഇന്നലെ വീട്ടിലെന്ന ആഹാരം കഴിക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു നാൾ ഒരു ക്രിസ്മസ് ഓണം ഒക്കെ വന്നാലൊന്നും ഞങ്ങളെ വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ അനുജത്തിയുടെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂത്തവളെ അയച്ചിട്ടാണ് ഇളയവളെ അയച്ചത്, അല്ലെങ്കിൽ മൂത്തവൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ, ഇത് നരകമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കരയുന്ന നാളുകളായിരുന്നു എൻ്റെ കുട്ടിക്കാലമൊക്കെ. നല്ലൊരു ആഹാരമോ നല്ലൊരു വസ്ത്രമോ ഒന്നും ധരിക്കുവാൻ കഴിയാതെയൊക്കെ എൻ്റെ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞു പോകാനിടയായി. തന്നെ എൻ്റെ മാതാവ് കൂലിപ്പണിക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ തുച്ഛമായിട്ടുള്ള ആ വരുമാനം വച്ചിട്ടൊക്കെ സമൃദ്ധിയായി കഴിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അല്പമൊക്കെയും കഴിച്ച് ഇതേ സന്നിധിയിലൊക്കെ ഇങ്ങനെ കടന്നു പോകാനിടയായി തീർന്നു. ചിലപ്പോൾ 1/2 കിലോ പണ്ടൊക്കെ നല്ല ആഹാരം കഴിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതൊന്നും ലഭിച്ചിട്ടില്ല. 1/2 കിലോ ഗോതമ്പ് മാവ് വാങ്ങിച്ചിട്ടാണ് എൻ്റെ മാതാവ് അതൊക്കെ പാചകം ചെയ്തിട്ട് 10 മണിക്ക് ഉച്ചയ്ക്കൊക്കെ അതൊക്കെ കൊണ്ടുപോയി പൈപ്പ് വെള്ളം കുടിച്ചാണ് ഞങ്ങളെയൊക്കെയും വളർത്തി വലുതാക്കിയിട്ടുള്ളത്. എൻ്റെ മാതാവും പിതാവും ഒക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മാതാവ് രക്ഷിക്കപ്പെട്ട് ഞങ്ങളോട് കൂടത്തെ ഒത്ത് ദൈവത്തെ ആരാധിക്കുന്നു. പിതാവ് ഇപ്പോഴും ദൈവത്തൊന്നും കടന്നു വന്നിട്ടില്ലെങ്കിലും ആ സ്നേഹമൊക്കെ ചില സമയങ്ങളിലൊക്കെ മനസ്സിലാക്കിയെങ്കിലും അവർക്കത് മനസ്സില്ലാതെ ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന അനുഭവങ്ങളുണ്ടെന്നാലും ദൈവം ഒരു സമയത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നുള്ള വിശ്വാസത്തോടെയൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയും അവരുടെ കുടുംബവും എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും കർത്താവിനെ അറിയണം, ആ നിത്യത്തിൽ കടന്നു പോകണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് എൻ്റെ 22 വയസ്സ് കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. എന്നാൽ എൻ്റെ ആ വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ നേരത്തെ വിവാഹം കഴിച്ചയച്ചു. പിന്നെ അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞായിരുന്നു എൻ്റെ വിവാഹം. എന്നാൽ ദൈവം എനിക്ക് അത്രയും നാൾ വരെ കാത്തിരുന്നെങ്കിലും ദൈവം എനിക്ക് നല്ലൊരു അഭിഷിക്തനെ ദൈവം എനിക്ക് തരുക, ദൈവത്തെ അറിഞ്ഞൊരു മകനെ എനിക്ക് തരുക ദൈവം ഇടയായി തീർന്നു. ഞാൻ അനുഭവിച്ച കഷ്ടതകളും അസമാധാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ യേശു ആ 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എനിക്ക്
പിന്നെ എൻ്റെ ദൈവം മതി എന്നുള്ളൊരു ആ ഇത് ഞാൻ ഇപ്പോൾ അല്ലാത്തുള്ള ആലോചനകളൊക്കെ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. ആദ്യമൊക്കെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എതിരായ അവസ്ഥയായിരുന്നു, ഇതിലോട്ടൊന്നും വരാതെ വണ്ണമൊക്കെ. എന്നാൽ പിന്നെ അവരൊക്കെ അനുകൂലമായി, അവരും കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്ന ലഭിക്കാത്ത സമാധാനവും സന്തോഷവും അനുഭവിച്ച കഷ്ടതകളൊക്കെ മറന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാനൊക്കെയും ദൈവത്തെ ആരാധിപ്പാനൊക്കെയും ദൈവം സഹായിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ദൈവമെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത ആ ദൈവസ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ. ദൈവം എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലെ എൻ്റെ തലമുറകൾ മേലൊക്കെ നടത്തുന്ന അത്രയേറെ നന്മകളും വിടുതലുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സാക്ഷിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ ഇളയ മകൻ്റെ സാക്ഷ്യം ജീവിക്കുന്ന സാക്ഷ്യം പറയുവാൻ വേണ്ടി മാത്രമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ബാല്യകാലത്തിലുള്ള ചില അനുഭവങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. 2002 ഏപ്രിൽ മാസം 11-ാം തീയതി വൈകുന്നേരം 6 മണി അപ്പോൾ എൻ്റെ ഇളയ മകന് 7 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വന്തം സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അവിടെ തന്നെയായിരുന്നു എനിക്ക് തന്ന 5 സെൻറ്റ് സ്ഥലം തന്നു. അതിൽ തന്നെ ഒരു കൊച്ചു ഷെട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി. അവിടെ വഴി സൗകര്യം എല്ലാ ആരാധനയ്ക്കൊക്കെ ആൾക്കാർക്ക് കടന്നു വരാനായിട്ട് അങ്ങനെ ദൈവാലോചന പ്രകാരം ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ മൂത്ത മകനും എൻ്റെ ഇളയ മകനുമായിട്ട് 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളവർ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ആരാധന അവിടെ നടത്തും. താമസം ഞങ്ങൾ വാടകയ്ക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ അന്തീർക്കുണം എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഞങ്ങളെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരൻ്റെ ഭവനത്തിൽ പുറകു ഭാഗത്തൊരു ഷീറ്റിട്ട വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2013 4-ാം മാസം ഏപ്രിൽ മാസം 11-ാം തീയതി ഒരു വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ ഇവർ കുഞ്ഞുങ്ങളാണ്, ഇവർ രണ്ടുപേരും. പിന്നെ ആ ഓണർ ഫ്രണ്ടിലാണ് താമസിക്കുന്നത്, ടെറസ് വീടാണ്. ഇവർ രണ്ടുപേരുമായിട്ട് ഇങ്ങനെ ടെറസിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് കർത്തദാസൻ പറഞ്ഞു, നീ ചായയുടെ എനിക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ചായ ഇട്ട് കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഇവരിങ്ങനെ ഫ്രണ്ടിൽ അവർ ആ വീട്ടിൻ്റെ അവിടെ ഇരുന്ന് കളിക്കുന്നതൊക്കെ എപ്പോഴും പോകും കയറി. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ടെറസിൽ കയറി ഇത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് വച്ചു, തിളച്ചൊന്നുമില്ല. അപ്പോൾ ചക്ക വീഴുന്നത് പോലെ ഒരു സൗണ്ട് ഫ്രണ്ടിലോ സൈഡിലോ ഒക്കെ ഇങ്ങനെ കേൾക്കാൻ. അടുത്തൊക്കെ ചക്ക നിറച്ച് പ്ലാവുണ്ട്, അപ്പം ചക്ക എന്തെങ്കിലും പഴുത്ത് വീണതാകാം എന്ന് ചിന്തിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഓണറിൻ്റെ മകൾ വന്ന് പറഞ്ഞു, ഡാനിയേൽ വീണു പാസ്റ്ററെ എന്ന് വന്ന് പറയാനിടയായി. അപ്പോൾ മൂത്തയാളിൻ്റെ പേരാണ് ഡാനിയേൽ, രണ്ടാമത്തെ പേര് സാമുവേൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓടി വന്ന് ഇവനെ ഇങ്ങനെ നോക്കുമ്പോൾ ആരാണ് വീണതെന്ന് നോക്കുമ്പോൾ ആ മൂത്തയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. ഈ രണ്ടാമത്തെ മകൻ ഇങ്ങനെ എണീറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം കാണുവാനിടയായി. അപ്പോൾ എന്താണെന്ന് കേട്ടപ്പോൾ അത് ഒരു ടെറസിൽ നിന്ന് ഇങ്ങനെ താഴെ വീണു എന്ന് പറയുവാനിടയായി തീർന്നു. ഒരു ഒറ്റ നില വീടാണ്. എന്നാൽ അതിൻ്റെ 5-6 മാസങ്ങൾക്ക് മുമ്പേ കർത്തദാസ ഇങ്ങനെ ഞങ്ങളെ ചർച്ചിൽ ഇങ്ങനെ ആലോചന പറഞ്ഞു, ഒരാൾ ഈ ടെറസിൽ നിന്ന് വീണ് മരിക്കുന്ന ഒരു അനുഭവം കാണുന്നു. അത് ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല, അഥവാ ജീവിച്ചിരുന്നാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്, ഒരു മഹത്വമാണെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം ഞങ്ങളെ ചർച്ചിൽ ഒരുപാട് മേസ്ത്രി പണി ചെയ്യുന്ന കെട്ടിടപ്പണിയൊക്കെ ചെയ്യുന്ന സഹോദരന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും 7 21 അങ്ങനെയൊക്കെ വയ്ക്കുന്ന ഒരു ചർച്ചായിരുന്നു ഞങ്ങളുടെ ചർച്ച്. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവരൊക്കെ ജോലിക്ക് ഉയരങ്ങളൊക്കെ കയറി ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ടെറസ് വീടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കും, അല്ലാതെ ഒന്നും അങ്ങനെ പിന്നെ അതിനായിട്ട് ഒരു പ്രത്യേക മുൻസ്ഥാനം കൊടുത്തൊന്നും പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ അപ്പോഴിങ്ങനെ അങ്ങനെ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നാൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എണീറ്റ് നിൽക്കുന്നു. അപ്പോൾ എന്തെന്ന് കേട്ടപ്പോൾ അതിങ്ങനെ ടെറസിൽ നിന്ന് അവൻ വീണു എന്ന് പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് അപ്പം ഞങ്ങൾ ഇങ്ങി ഫ്രണ്ടിൽ വരുന്നുമ്പായിട്ട് ഇവൻ വീണു, ഒരു ബോധം ഓർമ്മയില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ഹെൽത്തിലെ ഒരു ആയ അവിടെ ഇരുന്ന് അവർ ഓടി വന്ന് അവനെ എടുത്തിട്ട് അവന് ശ്വാസമില്ലാതെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ ഇരിക്കുന്ന അനുഭവമായിരുന്നു. അവരെടുത്ത് കുടഞ്ഞപ്പോൾ ഇവൻ ശബ്ദം പുറത്തു വന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇവൻ്റെ ശരീരത്തൊന്നും ഒരു മുറിവുമില്ല. നോക്കിയപ്പോൾ ഈ തോളിൻ്റെ ഭാഗത്ത് ഒരല്പം തൊലി പോയിട്ട്
പോയിട്ടുണ്ട്, ഈ തലയുടെ ഈ ഭാഗത്ത് വലത് ഭാഗത്ത് അല്പം തൊലി പോയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞങ്ങളെ ചർച്ചിലുള്ള ഒരു സഹോദരൻ ജോലി കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ പാസ്റ്റർ എന്തായാലും വച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ആശുപത്രിയിൽ ഒരു മുറിവോ ഒന്നും ഇല്ലല്ലോ, അവൻ എന്തിനാണ് പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടൻ തന്നെ ഒരു 5 മണി കഴിയുമായിരിക്കും, ഞാനും പാസ്റ്ററും മോനും ആ സഹോദരനും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങൾക്ക് അന്നൊരു പഴയ കാറുണ്ടായിരുന്നു, ആ കാറിൽ തന്നെ അപ്പോൾ തന്നെ അവനെ അവിടെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. അവിടെ ചെന്ന് ഡോക്ടറെ കാണിക്കും, എമർജൻസിയിൽ ഡോക്ടറെ അത്യാവശ്യത്തിൽ കാണിക്കുമ്പോൾ ഡോക്ടർ മോനെ നിനക്ക് എവിടെയെങ്കിലും വേദന ഇടും. അപ്പോഴേ ഞാൻ കാറിൽ കയറുമ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉറങ്ങാൻ സമ്മതിക്കല്ല സഹോദരി, അവൻ ഛർദ്ദിക്കണമെന്ന് നോക്കണം. അപ്പോൾ ഇവൻ എൻ്റെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങുകയാണ്, പക്ഷേ ഛർദ്ദിക്കുക ഒന്നും ചെയ്തില്ല. അവിടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അവനായിട്ട് മോനെ നിനക്ക് എവിടെ വേദന എടുക്കുന്നു എന്നിട്ട് തല വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ സ്കാനിങ്ങിന് എഴുതി. ഞങ്ങളങ്ങനെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോയി അവിടെ പോയി പരിശോധിക്കാനായിട്ട് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്കിതിൻ്റെ സീരിയസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് എഴുതി കൊണ്ടുപോയി. അവൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു. മൂന്നാമത്തെ നിലയിൽ എടുത്തുകൊണ്ട് പോകണം, ഇവനെ എടുത്തുകൊണ്ട് താഴെ വരണം, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി പോകും, താഴെ വരും, അങ്ങനത്തെ ഇതായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ സ്കാനിങ്ങിന് പെട്ടെന്ന് എമർജൻസി ആയതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് ഇവനെ സ്കാനിങ് ചെയ്യാനിടയായി തീർന്നു. സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവൻ അപ്പോഴൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഛർദ്ദിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഉടനെ തന്നെ അവർ പറഞ്ഞു എമർജൻസി ഓപ്പറേഷൻ വേണം, ഉടനെ തന്നെ അവൻ ഓപ്പറേഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ തലയെല്ലാം മുടിയെല്ലാം എടുക്കാനായിട്ട് അവിടെ നിന്ന് ഒരു സിസ്റ്ററെ ഏൽപ്പിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലോട്ടായി ഒരു ഓർമ്മയില്ലാതെ കിടക്കുന്നവരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡോക്ടർമാരൊക്കെ നുള്ളി നോക്കും എൻ്റെ ശരീരത്തിൽ. അപ്പോൾ അല്പം ഇങ്ങനെ കൈയൊക്കെ ഒന്ന് അനക്കും, അത്ര തന്നെ. അപ്പോഴും എന്നിട്ട് അങ്ങനെ ഇവൻ്റെ ഈ മുടിയെടുക്കാൻ വന്ന ആ സിസ്റ്റർ അപ്പോഴും ഞാൻ അവിടെ ബോധം കെട്ടി, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് മാറിപ്പോകാൻ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, വേറെ ആരെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മാറിപ്പോകാനിടയായി. എന്നാൽ അവിടെ നിന്ന് നേഴ്സ്, ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന നേഴ്സ് തന്നെ ഓടി വന്നിട്ട് എന്ത് പറ്റി സിസ്റ്ററെ എന്ന് കേട്ടിട്ട് നിങ്ങളങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഇത് മൂർച്ചയൊന്നുമില്ലാത്ത ബ്ലൈഡ് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ അപ്പോഴേ പറഞ്ഞ് ഈ സമയത്ത് എല്ലാ ഡോക്ടർമാർ വീട്ടിൽ പോയി, ഡോക്ടർമാരൊന്നും ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരൊന്നും ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, ഒരു ഡോക്ടറെ വിളിച്ചു നോക്കാം, വരുമെങ്കിൽ നിങ്ങളെ പാക്കിയെന്ന് പറഞ്ഞ് വിളിക്കാൻ അതിലെ സീനിയർ ഡോക്ടറാണ്, ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന സീനിയർ ഡോക്ടറാണ്. ആ ഡോക്ടർ തന്നെ ഉടനെ അവർ വിളിച്ചു, അതിപ്പോൾ ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ മുടി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ വന്ന് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോൾ ഇവൻ്റെ അവസ്ഥ സീരിയസ് ആണ്. ഈ സീരിയസ് ആയ കൊച്ചിനെയാണോ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒരുപാട് വഴക്ക് പറയാനിടയായി ആ ഡോക്ടർ. എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ സ്ട്രെച്ചറിലെടുത്ത് കിടത്തി. പിന്നെ ഉടനെ തന്നെ ഈ ഡോക്ടർ ആരും അങ്ങനെയൊന്നും വരികയില്ല, പിന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരിക്കാം. ആ ഡോക്ടർ ഞങ്ങളോട് കൂടെ ആംബുലൻസിൽ ലിഫ്റ്റിൽ കയറി വന്നു. ആംബുലൻസിലൊക്കെ കയറി വന്നിട്ട് സ്ട്രെച്ചർ തള്ളിയതൊക്കെ അവൻ്റെ പപ്പയാണ്. പക്ഷേ അപ്പോഴും ഡോക്ടർ പറഞ്ഞു, നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ലാതെയാണ് നിൽക്കുന്നത്, നിങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ തന്നെ ആ സ്ട്രെച്ചറൊക്കെ തള്ളിക്കൊണ്ട് അകത്തോട്ട് കയറി പോകാനിടയായി തീർന്നു. എല്ലാ ചർച്ചകളിലും ആരാധനയും പ്രാർത്ഥനകളൊക്കെ നടന്ന് അറിയാവുന്നുള്ള ദൈവദാസന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിൻ്റെ വിഷയം ഇങ്ങനെ സീരിയസ് ആണ്, അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കാം. ചിലരൊക്കെ വിളിച്ചു കേട്ടു, ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളവരൊക്കെ അവിടെ കടന്നു വരുവാനിടയായിത്തീർന്നു. അതിൽ ഒരു പാസ്റ്റർ മലയത്ത് വിജയൻ പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ മരുമകൻ കയറി. ഡോക്ടർ അവരൊക്കെ എല്ലാം പരിചയമുള്ളതായതുകൊണ്ട് കയറി ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, പിന്നെ എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കാം, എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് പറയുവാനിടയായി. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റില്ല, അവൻ്റെ തലച്ചോറിനകത്ത് എല്ല് പൊട്ടൽ വന്നിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞു തലച്ചോറിനകത്ത് മൊത്തം, അത് ഓപ്പറേഷൻ ചെയ്താലും ഞങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, പിന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ ദൈവമോ അവനെ രക്ഷിക്കുവാനായിട്ട്, ഞങ്ങൾ ദൈവമല്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം രക്ഷിച്ച. എന്നിട്ട് ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു 8 കുഞ്ഞുങ്ങളെ ഞാൻ
ഈ 7 കുഞ്ഞുങ്ങളെ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. അതിൽ 1-2 പേർ മാത്രമാണ് വിടുവിക്കപ്പെട്ടത്. ബാക്കി എല്ലാം മരിക്കാനും അതും ഇതുപോലെ പൂച്ചയെ പിടിക്കുവാനും ഒക്കെ ടെറസിലൊക്കെ കയറി മരത്തിൽ നിന്ന് വീണതും ഒക്കെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരെല്ലാവരും മരിക്കാനിടയായെന്ന് പറയുവാനിടയായി തീർന്നു. പിന്നെ അവൻ്റെ ബ്ലഡ് O നെഗറ്റീവാണ്. ആ രക്തം ഞങ്ങളുടെ മേലില്ല. അതിനുവേണ്ടി ബ്ലഡ് എപ്പോഴും അത്യാവശ്യമാണ്, നിങ്ങൾ അതൊക്കെ കരുതി വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഓപ്പറേഷൻ. ആ സമയം ഒരു 10, 11, 12 മണിയാവും രാത്രി. അങ്ങനെ അപ്പം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അവന് വേറെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നൊന്നും സീരിയസ് ഒന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ 5-6 ദേവദാസന്മാർ വന്നിട്ട് പറയും, നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളെ മോനെ ദൈവം തിരിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങളെ കൂടെ ചർച്ചിൽ അന്നൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളും അവളെ ഭർത്താവും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അവൾ എന്താ ആൻറ്റി പറ്റിയെന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരു ദേവദാസം വന്ന് വഴക്ക് പറഞ്ഞു, നിങ്ങൾക്ക് മോൻ്റെ സീരിയസ് മനസ്സിലായില്ലേ, അവ ഇങ്ങനെ കിടക്ക് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ സംസാരം എനിക്ക് അറിഞ്ഞുകൂടാ അവൻ ഇത്ര സീരിയസ് ആണോ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അവന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ദൈവം അവനെ തിരിച്ചു തരും എന്നുള്ളൊരു ആ ഒരു ആശയോടെയാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ സംസാരിക്കാതിരുന്നു. പിന്നെ പുറത്തിരുന്നൊക്കെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ ഇരിക്കുവാനിടയായി തീർന്നു. എന്നാൽ 11 മണി സമയമായപ്പോൾ അവനെ അതിനകത്ത് കയറ്റി. പക്ഷേ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല, അവിടെ ഇട്ടിരിക്കുകയാണ് സീനിയാരിറ്റി. അപ്പോഴും ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സീനിയാരിറ്റി കിടക്കുന്നവരൊക്കെ അവിടെ കിടക്കട്ടെ, ഈ കുഞ്ഞിന് എമർജൻസിയാണ്, അതുകൊണ്ട് അതിനെ ആദ്യം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ രാത്രി 11 മണി എന്തോ കഴിഞ്ഞപ്പോൾ കത്തദാസൻ്റെ അടുത്ത് ഒരു ദേവദാസൻ പറഞ്ഞു, പിന്നെ ഇത് പാസ്റ്റർ ആര് പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങളെ മോനെ തിരിച്ചു തരുവാണ്. എന്നെ അതിൻ്റെ ആ ഇടയിലും ചില വാക്കുകളിലൊക്കെ ചില ദേവദാസന്മാരിൽ നിന്നൊക്കെയും വേണ്ടാത്ത രീതിയിലൊക്കെ കേൾക്കുവാനുണ്ട്. എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്നതെന്നൊക്കെയും അങ്ങനെയൊക്കെ കേൾക്കും. എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഈ അവസ്ഥയിലൊക്കെയും കേൾക്കുവാൻ കഴിഞ്ഞതെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നിട്ട് ഇവൻ നിത്യയൊക്കെ നല്ല പഠിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യണം, പക്ഷേ നല്ല പഠനവും ചെയ്ത് അവൻ്റെ നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് അവൻ ദൈവത്തിൻ്റെ. എനിക്ക് മൂത്ത മോനെയും കുഞ്ഞുങ്ങളില്ലാതിരുന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് മൂത്ത ആളിനെയും കിട്ടിയത്. അവനെ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അതുകൊണ്ട് 2 പേരും ദൈവവേലയ്ക്കായിട്ട് തന്നെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചതുമൊക്കെയും. അപ്പോൾ അങ്ങനെ ഒരു 11 മണി സമയമായപ്പോൾ കത്തദാസൻ്റെ ദൈവാത്മാവ് ഇങ്ങനെ പറയാം, ഞാൻ നിൻ്റെ മോനെ നിനക്ക് ഞാൻ തിരിച്ചു തരും, പക്ഷേ നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി മാത്രം അവനെ തരുമെങ്കിൽ ഞാൻ നിനക്ക് തിരിച്ചു തരുമെന്ന് പറയുവാനിടയായി എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ തന്നെ വന്ന് പറയുവാനിടയായിത്തീർന്നു. ഒരു 4-4:30 മണിയായപ്പോൾ ഇവനെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചിഞ്ഞ് വെളിയിലിറക്കിയപ്പോൾ ട്യൂബൊക്കെ വായിക്കാത്തൂടെയൊക്കെ ഇട്ടിരിക്കുന്നു. അവർ മറ്റേ ഓക്സിജൻ അത് ഇങ്ങനെ പൊങ്ങിയും താന്നും അത് പെരുവാതെ അങ്ങനെയുള്ളവർ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കൊണ്ട് അവർ വെന്റിലേറ്ററിലാക്കുവാനിടയിൽ. എന്നിട്ട് എന്നെയാണ് അവിടെ ഇരുത്തിയത്. കുഞ്ഞു ഉറങ്ങരുത്, ഈ ട്യൂബൊന്ന് വലിച്ചെടുക്കല്ലെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ തലേ ദിവസത്തെ ഉറക്കം ഞാൻ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യവന് ഒരനക്കല്ല. ഇത് ഉള്ളത് കൊണ്ട് മാത്രം അവന് ജീവനുണ്ടെന്ന് അറിയാം. അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊന്നും കാണാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു. അങ്ങനെ പറഞ്ഞ ഉറങ്ങരുത്, ഉറങ്ങിയിട്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ പറയരുതെന്ന് സിസ്റ്റർ അപ്പോഴപ്പോഴാ വന്ന് എന്നെ വഴക്ക് പറയുമായിരുന്നു. ഞാൻ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുക അല്പസമയം എൻ്റെ കണ്ണ് ഇങ്ങനെ താനെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് മരണഭീതിയായിരുന്നു. ചുറ്റും ഒരു കുഞ്ഞ് മരിക്കാനായിട്ട് അതിനെ ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുത്ത് ട്യൂബൊക്കെ ഒരു 2.5 വയസ്സ് വരും, അത് അങ്ങനെ കിടക്കുന്നു. ഒരാളെ മരിച്ചിങ്ങനെ തുണി മൂടി അടുത്ത സ്ഥലത്ത് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് എനിക്ക് ഞാനെപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, ദൈവമേ എനിക്കിതിനകത്ത് ഇരിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ അതിനകത്തിരുന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. എന്നാൽ അടുത്ത എല്ലായിടും മരണത്തിൻ്റെ ഒരു ഗന്ധം എൻ്റെ ആ മൂക്കിലൊക്കെ അടിക്കാനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കപ്പോഴൊരു കൊച്ചു ഫോണുണ്ട്, അതെനിക്ക് തന്നിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും വിളിച്ചിട്ട് ഞാൻ ദാസൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പുറത്തിറങ്ങണം, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ നോക്കിയപ്പോൾ ഞാൻ ഉറങ്ങുന്നത് കൊണ്ട്, ഞാൻ അറിയാതെ ഉറങ്ങുന്നത് കൊണ്ട് പറഞ്ഞ് എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ട് അവൻ്റെ കാലും കൈയും ഒക്കെ കെട്ടിയിടാനിടയായി തീർന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവമേ ഇങ്ങനെ ഒരു അനുഭവം വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എത്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഞാൻ ആ വെന്റിലേറ്ററിനകത്തിരുന്ന് ഞാൻ കരയുവാനിടയായി തീർന്നു. അപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അല്പസമയം പുറത്ത് വരണമെങ്കിൽ ഞാൻ നമ്മളെ ചർച്ചിൽ ആ ഒരു കൊച്ചുണ്ടായിരുന്നു, അവളകത്ത് കയറ്റാൻ നിനക്ക് ഇറങ്ങണമെന്ന് കേട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇറങ്ങണം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ മൂത്ത മോനെ അവിടെ ആക്കിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം, അവൻ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ കൊച്ചിനെ ആക്കിയിട്ട് നമുക്ക് വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വരി. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പുറത്തുണ്ട്, വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളെ വണ്ടിയിൽ വീട്ടിൽ വന്ന ഓണറെ ഭാര്യ ഞങ്ങൾക്ക് ഒരു ചായ ഉണ്ട്, അത് കുടിച്ചോന്ന് പകുതി കുടിച്ചോന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഫോൺ കോൾ വന്നു, സാമുവേൽ മരിച്ചു, പാസ്റ്ററെ മരിക്കും മുമ്പായിട്ട് പാസ്റ്റർ കാണണമെന്ന് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പെട്ടെന്നൊന്ന് വരുമോ എന്ന് കേട്ട്. എന്നോട് അതൊന്നും പറഞ്ഞില്ല, കാറിൽ കയറുമ്പോഴാണ് പറഞ്ഞത് അവന് സീരിയസ് ആണെന്ന് പറഞ്ഞെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആരും കാർ ഓട്ടിക്കാനോ ഒന്നുമില്ലായിരുന്നു. കത്തദാസൻ തന്നെ വണ്ടി എടുത്തു, ഞങ്ങൾ ഉടനെ തന്നെ ആശുപത്രിയിൽ. ആ സമയത്തും ട്രാഫിക് ഏതെന്നോ എന്തെന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് സ്പീഡിൽ എത്ര സ്പീഡ് 100-ലാണോ 150-ലാണോ പോകണമെന്ന് അറിയത്തില്ല. ഒരുപാടത്ത് ഇടിച്ച് മരിക്കേണ്ടതായിരുന്നു, വണ്ടി ഇടിച്ച് മരിക്കും. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം കൊണ്ട് എത്തിക്കുമ്പോൾ തന്നെ ആംബുലൻസ് ഫ്രണ്ട് പിടിച്ചിട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അമ്മയൊക്കെ നിന്ന് കരയുന്ന ഒരു അനുഭവം കാണുവാനിടയായി. ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അല്ല ഒന്നും അറിഞ്ഞില്ല, എന്ത് കാര്യമാണെന്നൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പായിട്ട് അപ്പോഴേ കത്തദാസൻ അകത്ത് കയറാൻ പോയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പിടിച്ച് തള്ളി, ഇപ്പോഴൊന്നും അകത്തൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്ത് കിടന്ന പഴയ തുണികളൊക്കെ കൊണ്ടുവരുന്നു, പുതിയ തുണികളൊക്കെ വെള്ളമുണ്ട് ഇതൊക്കെ കേൾക്കുന്നു, അതൊക്കെ കൊണ്ട് അകത്ത് പോകുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ അനുജത്തിയുടെ ഭർത്താവ് ദേവദാസന്റെ അടുത്ത് പറഞ്ഞു, ഇനി കരഞ്ഞിട്ടും വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല, നമ്മൾ സഹിക്കണം, എല്ലാം സഹിക്കണം, നിങ്ങളും സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, എന്തോ സംഭവിച്ചു കഴിഞ്ഞു എന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ വെളിയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനകത്ത് ഇറങ്ങി. എന്നെ ദൈവം, ഞാനിപ്പോൾ ചിന്തിക്കും, എന്നെ ദൈവം മാറ്റിയത് ആ ഒരു സ്റ്റേജ് കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കും. അത് അവിടെ ആ കൊച്ചിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇനി പുറത്ത് പോരുമ്പോൾ തന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഇത്തിരി അല്പമൊക്കെ സുഖം അവരെ അടുത്ത വാർഡിലോട്ടാക്കും. അപ്പം അവരെ നോക്കാനായിട്ട് വന്നപ്പോൾ ഇവനെയും കയറി വെന്റിലേറ്ററിനകത്ത് നോക്കി. അപ്പോഴും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു സാധനം, ഞാൻ ഇരിക്കുമ്പോഴും അവിടെ ഒരു ബ്ലഡ് കിടക്കുന്നുണ്ട്, വേറൊരു മഞ്ഞ ഒരു സാധനം, അത് മജ്ജ, അത് അടയ്ക്കാനായിട്ട് അതൊന്നും അവർ എടുത്തിട്ടില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യമാണ്, ഞാൻ ഇല്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് വന്ന് ഇതൊന്നും ചെയ്യാത്ത ഈ കുഞ്ഞ് സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടത്തിയിരിക്കുന്ന കുഞ്ഞാണല്ലോ, എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതുവരെ അവർ കുഞ്ഞിനെ നോക്കിയില്ല എന്ന് ആ കൊച്ചു പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ ആ ഡോക്ടർ സീനിയർ, ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞാണ് ഇവനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തത്, നിങ്ങൾ എന്തുകൊണ്ട് ഇവനെ ചികിത്സിച്ചില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് ഡോക്ടർ വരുമ്പോൾ വേറെ ഡോക്ടർ ഈ കൊച്ചിനെ ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടില്ല, വേറെ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി പൈസ ചെലവാക്കി ഇതിനെ രക്ഷിക്കാൻ നോക്കുന്നു വേറൊരു ഡോക്ടർ വന്ന് പറയുവാനാണ്. അപ്പോൾ പറഞ്ഞ് അവരൊരു പാവപ്പെട്ട പാസ്റ്ററും കുടുംബമാണ്, അതുകൊണ്ട് അവർക്ക് കാശില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആശുപത്രിയിൽ വന്നതെന്ന് അവൾ പറയുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞാണ് സീനിയർ ഡോക്ടർ അവിടെ കയറി വന്നത്. എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഇതൊന്ന് ചികിത്സയിൽ ഈ തന്നതെന്ന് അവൻ്റെ ശരീരത്തിൽ അടയ്ക്കാൻ തന്നതെന്ന് നിങ്ങൾ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാനിടയായി തീർന്നു. അപ്പോൾ ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈ ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് അപ്പുറത്ത് അല്പം കഴിഞ്ഞപ്പോൾ ഇവൻ അവസാനത്തെ ആ മരണത്തിൻ്റെ അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അവനിങ്ങനെ അവസാനം ശ്വാസം പോവാനുള്ളവനാണ്. അപ്പോൾ ഈ കൊച്ച് ഡോക്ടറെ എന്ന് ഇവിടെ കിടന്ന് വിളിക്കാനിടയായി. ആ ഡോക്ടർ ഓടി വന്നപ്പോൾ എന്താ പറഞ്ഞാൽ അവൻ്റെ തലയിൽ ബ്ലഡ് പുറത്ത് പോകാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ബ്ലഡ് പുറത്ത് പോയില്ല. അവർ ഓപ്പറേഷൻ ചെയ്തു, പൊട്ടലുണ്ടായതിന് അവർ അതെല്ലാം ശരിയാക്കി, പക്ഷേ ബ്ലഡ് പുറത്ത് പോയിട്ടില്ല. ഞാനിരിക്കുമ്പോഴും അവർ ട്യൂബ് അവർ തലയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിലൊന്നും ഇല്ലാതെ അതൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ ചിന്തിച്ചു അതൊക്കെ അതിനായിരിക്കും ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നു, പക്ഷെ അതിലൊന്നും പുറത്തു പോയിട്ടില്ല. അപ്പൊ അങ്ങനെ അവൻ ഡോക്ടർ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ അവസാനത്തെ ശ്വാസം അവന് ജീവൻ മരണ പോരാട്ടം പോലെ ആയിരുന്നു. വന്നിട്ട് യവൻ ഈ അവിടെ കൈയും കാലൊക്കെ കെട്ടൊക്കെ അഴിച്ചു യവൻ ആ സ്വന്തം ഓർമ്മയില്ലാത്ത സമയത്തും ആ ട്യൂബിനെ എല്ലാം വലിച്ചൂരാനിടയായിത്തുന്നു. അവസാനം അത് ഈ കൊച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ അവൻ അത് ചെയ്തതാണ്. 7 വയസ്സേ ഉള്ളൂ, അവൻ വലിച്ചെടുക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അവസാനത്തെ ആ മരണവെപ്രാളത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ഡോക്ടർ ഓടി വന്ന് നെഞ്ചിലൊക്കെ പ്രസ് ചെയ്തിട്ടും ഒരു ഇതുമില്ല, ബ്ലഡ് പുറത്തു പോകുന്നില്ല. എന്നിട്ട് ആ ഛർദിലും അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കഫം പോലെ ഛർദിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ ഡോക്ടർ ദൈവമായിരുന്നു ആ ഡോക്ടർ അപ്പോഴവിടെ എത്തിച്ചതും, ദൈവമാണ് ആ വെന്റിലേറ്ററിനകത്ത് ഇറങ്ങി വന്നത് ആ ഡോക്ടർ ഒരു രൂപത്തിൽ. ഈ നെഞ്ചിലൊന്ന് പ്രസ് ചെയ്തിട്ട് അവന് ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് പിന്നെ
വായിൽ വച്ചിട്ട് തൻ്റെ വായോട് വച്ചിട്ട് ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു രാത്രി ഉറക്കം ഒളിച്ച് ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞാണ്, ഇവനൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ആ ഒരു കത്തോലിക്ക പള്ളിയിൽ പോണ ഒരു ഡോക്ടറാണ്, സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ഈ ഇവന്റെ വായോട് വെച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാനിടയായി. കൃത്രിമ ശ്വാസം കൊടുക്കുവാനിടയായ സമയത്ത് തന്നെ കത്തദാസൻ കാണുകയാണ് ഒരു വെള്ള ട്യൂബിനെക്കാളും അധികം പ്രകാശമുള്ള ഒരാള് അപ്പൊ ആംബുലൻസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. ഒരു ട്യൂബിനെക്കാളും പ്രകാശമുള്ള ഒരാൾ അവൻ്റെ വായിൽ ഒരു കുഴൽ പോലത്തെ ഒരു സാധനം വെച്ച് ഊതുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. അപ്പോഴാണ് പറഞ്ഞത്, ആ സമയത്താണ് ഡോക്ടർ അവൻ്റെ വായിൽ തൻ്റെ വാ വെച്ച് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത ബ്ലഡല്ല ചെവി കൂടെ മൂക്കി കൂടെ ഒക്കെ അത് പുറത്തു പോകാനിടയായി തീർന്നു. ഒരു ബക്കറ്റിൽ ഒരു അര ബക്കറ്റാണ് കഫം, അവൻ്റെ നെഞ്ചി കിടന്ന കഫം പുറത്തു പോകാനിടയായി തീർന്നു. ആ സമയത്ത് അവൻ ഒരു ഏങ്ങലോടെ അവന്റെ ശ്വാസം ദൈവം തിരിച്ചു കൊടുക്കാൻ ഇടയായി തീർന്നു. ആ ദൈവത്തിന് എത്ര മഹത്വം പറഞ്ഞാലും മതി വരില്ല. ആ ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി 2:24 പറയുന്നത് പോലെ മരണപാശങ്ങളെ അഴിച്ചിട്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ കുഞ്ഞിനെ ദൈവം തിരിച്ചു വരുവാനിടയായി. അവന്റെ തലയെല്ലാം ഇവിടെ മുതലേ ഓപ്പറേഷൻ ചെയ്തതാണ്, തുറന്ന് ഓപ്പറേഷൻ ചെയ്തതാണ്. അവന് ഇന്ന് 18 വയസ്സുണ്ട് അവന് ഇതുവരെ. എന്നിട്ട് അവർ പറഞ്ഞു 12 വയസ്സ് വരെ അവന് പിക്സ് വരുമായിരുന്നു. ജന്നി വരുമോ എന്ന് കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ല, അറിഞ്ഞുകൂടാ. അവനത് ഉറക്കത്തിൽ വരുമായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന്. അവനെ ഈ സമയം ഈ സംഭവിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അവർ ഓപ്പറേഷൻ മുമ്പേ കേട്ടതാണ്. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ വിജയിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. പറഞ്ഞാൽ അവന് വരുമായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ്. 12 വയസ്സ് വരെ അവന് ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം. എന്നിട്ട് അവൻ്റെ മുഖമെല്ലാം രൂപം പോലും അറിഞ്ഞുകൂടാത്ത രീതിയിൽ മുഖമെല്ലാം നീര് കയറി അവനെ വേറൊരു ICUയിൽ അവിടെ നിന്ന് ദൈവം രക്ഷിച്ച് വേറൊരു ICUയിലാക്കി. അവിടെ ഒരു 7-8 ദിവസം കിടക്കേണ്ടതായി വന്നു. എന്നാലും 12 വയസ്സ് പിന്നെ ഞങ്ങൾ മാസം തോറും അവൻ ചെക്കപ്പിന് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അഥവാ അപ്പോഴും ആ ദൈവദാസൻ കയറി കേട്ടു എന്താണ് അവന്റെ സ്റ്റേജ് എന്ന് കേട്ടപ്പോൾ പറഞ്ഞു, ദൈവം രക്ഷിച്ചാൽ രക്ഷിച്ചു, അല്ല എങ്കിൽ ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് പറയാൻ പറ്റൂല, നിങ്ങൾ ഒപ്പിട്ട് തരണം. അഥവാ അവൻ എന്നെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കോമ സ്റ്റേജിൽ കിടക്കും, ഈ ലോകത്തോട് യാത്ര പറയുമെന്ന് പറഞ്ഞ മകനാണ് ഈ ഇരിക്കുന്നത് 7ാമത്തെ വയസ്സിൽ. എന്നാൽ ഇന്ന് 18ാമത്തെ വയസ്സായി. 12 വയസ്സ് വരെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 1 വർഷം പോലും ഗുളിക കഴിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഇത് ഇന്ന് 18ാമത്തെ വയസ്സാണ് അവന്. ദൈവം ഇതുവരെ അവനെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവവരെയും ദൈവം സഹായിക്കുന്നു. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. എൻ്റെ വീട്ടിലും മരണം വന്ന സ്ഥാനത്തൊക്കെ ദൈവത്തിന്റെ ആ വലിയ കരം എൻ്റെ തലമുറയെ തൊട്ട് ദൈവത്തിന്റെ ആ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. അപ്രകാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ മരിച്ചു കിടക്കുന്നുവോ, ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ തലമുറകളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഏതെല്ലാം രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മരണങ്ങൾ അനർത്ഥങ്ങളൊക്കെ കടന്നു വന്നാലും ആ സർവശക്തനായ യേശുവിനെ വിശ്വസിച്ച യേശു ആ മരണത്തിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ദൈവം ഓരോ നിമിഷവും എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാനും മരിച്ച് 2017 ഞങ്ങളിവിടെ വീട്ടിൽ താമസമായ എൻ്റെ പിറ്റേ വർഷം കൗണ്ട് കുറഞ്ഞ് 8,000 4,000 ഒക്കെ ആയി എൻ്റെ ജീവിതമൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട അനേകം മരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബമായി കടന്നു വന്ന സ്ഥാനത്തൊക്കെ ദൈവം ഞങ്ങളെ ജീവനോടെ ഈ ഭൂമിയെ ശേഷിപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക ദൈവം ഈ നാളുകളിലൊക്കെ സഹായിക്കുന്നു. ജീവിക്കുന്ന കാലം അത്രയും കുടുംബമായി തലമുറകളും അടിയൻ്റെ കർത്തദാസനും ഒക്കെ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യതയോളം ദൈവം നടത്തുക. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ സാക്ഷ്യത